G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. സുദീർഘമായൊരു വിഷയമാണ് രാജകീയ പുരോഹിതവർഗം. ആധാരമായി വായിച്ച വേദവാക്യം പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ വാക്യം. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെയും പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തെയും തമ്മിൽ പിരിക്കാതെ വണ്ണം ഒന്നാക്കുന്ന ഒരു ദൈവവചനം. പത്രോസ് എഴുതിയ 1-2 വാക്യം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗത്തെ സംബന്ധിച്ച് അസന്നിഗ്ധമായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം. അതിൽ പഴയ നിയമത്തിലെ ആത്മീയയാഗങ്ങളും പാപത്തിന് പരിഹാരമായി നടത്തുന്ന പ്രായശ്ചിത്ത യാഗങ്ങളെയും കുറിച്ച് പഠിക്കപ്പോൾ എബ്രായ ഭാഷയിലെ കാപ്പർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താകുന്നുവെന്ന് നാം കണ്ടു. പാപം ചെയ്ത ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ വീണ്ടും വരേണ്ടതിനു വേണ്ടി അതിൻ്റെ പ്രായശ്ചിത്തം നിഷ്കളങ്കമായൊരു മൃഗത്തിൻ്റെ കഴുത്തറുത്ത രക്തം ചിന്തി അവൻ പ്രാപിക്കുന്നു. അതാണ് കാപ്പർ എന്ന പദത്തിൻ്റെ അർത്ഥം. യാഗാർപ്പൻ യാഗം കഴിഞ്ഞ ശേഷം തൻ്റെ പാപം ക്ഷമിച്ചുവല്ലോ എന്ന് കരുതി ഭവനത്തിലേക്ക് മടങ്ങുന്നു. വാക്കിൻ്റെ പുതിയ നിയമ അർത്ഥമാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്. യവന ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം, യവന ഭാഷയിൽ പ്രായശ്ചിത്തം അഥവാ ഇംഗ്ലീഷ് ഭാഷയിലെ അറ്റോൺമെന്റ് എന്ന പദത്തിനുള്ള മലയാള അർത്ഥം കാറ്റാലോഗെ എന്ന വാക്കാണ്. KATALLAGE, കാറ്റാലോഗെ എന്ന പദമാണ്. ഈ വാക്കിനെ പ്രധാനമായി പൊരുത്തപ്പെടുക, യോജിപ്പിക്കുക, ചേർച്ചയാക്കുക, ഒത്തുതീർപ്പിൽ എത്തിക്കുക, വിരോധശമനം വരുത്തുക, അനുരഞ്ജനപ്പെടുത്തുക എന്നിവയാകുന്നു. ഇംഗ്ലീഷിൽ നിന്ന് റെക്കൺസൈൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 11:15 കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 2 ലേഖനം 5 18-19 വാക്യങ്ങൾ. ഇതിൽ അറ്റോൺമെന്റ് പദത്തിന് ഞാനിപ്പോൾ പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം റെക്കൺസൈൽ എന്നുള്ളതിനും സംശയ നിവാരണം നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ വായിച്ചു നോക്കിയാൽ മതി. ഏറിയ നാളുകൾ പഠിച്ചും ചിന്തിച്ചും ഒക്കെ തയ്യാറാക്കപ്പെടുന്ന ക്ലാസ്സുകളാണിത്. വർഷത്തിൽ ഒരു ദിവസം പ്രായശ്ചിത്തം കഴിക്കുന്ന പാപപരിഹാരയാഗം നടത്തി ജനത്തെ ദൈവവുമായി നിരപ്പിക്കുന്ന ദിവസം മഹാപുരോഹിതൻ തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്കായി അർപ്പിക്കപ്പെടുന്ന യാഗമൃഗങ്ങളുടെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിൽ കടന്നിട്ട് പുറത്തു വരുന്നതുവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ലേവ്യ പുസ്തകം 16:11. അർത്ഥാൽ പാപപരിഹാര ദിവസം പരിശുദ്ധനായ ദൈവത്തിനും തൻ്റെ ജനമായ ഇസ്രയേലിൻ്റെയും പാപജീവിതത്തിൽ വസിക്കുന്ന ജനത്തിൻ്റെയും ഇടയിൽ വേറെ മധ്യസ്ഥന്മാരാരും വേണ്ട. ഏക മധ്യസ്ഥൻ, അത് മഹാപുരോഹിതൻ മാത്രം. ഇതൊരു നിഴലാണ്. ഇതിൻ്റെ പൊരുളോ ഇന്ന് കൃപായുഗത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ താൻ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിട്ട് സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകരശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-12 വരെയുള്ള വാക്യങ്ങൾ. ഇതത്രേ പുതിയ നിയമ പ്രായശ്ചിത്തയാഗം അഥവാ അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രൊപ്പീഷിയേഷൻ. മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം എന്ന് നമ്മൾ കണ്ടല്ലോ. അത് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലവിധത്തിൽ മലിനപ്പെട്ടു പോകുന്ന ജനങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഒരു ചുവന്ന പശുവിനെ യാഗമർപ്പിക്കുകയും അതിൻ്റെ ഭസ്മം ഒരു പാത്രത്തിൽ മാറ്റിവെച്ചിട്ട് മറ്റ് യാഗങ്ങൾ കഴിച്ചു പോകുമ്പോൾ ഒരു കൈപ്പിടി ചുവരിന്മേൽ വളരുന്ന ഈ സോപ്പ് ചെടി ഒരു തണ്ടായി കെട്ടി ആ ഭസ്മം താമ്രത്തൊട്ടിയിലെ വെള്ളത്തിൽ കലക്കി ഈ യാഗാർപ്പകന്റെ മേൽ തളിക്കുന്നു. ആ
ക്ഷാരജലം ശരീരത്തിൽ വീഴുന്നത് വീട്ടിൽ പോയി കഴുകിക്കളയുക, അതോടുകൂടെ തൻ്റെ പാപം പൂർണ്ണമായി ക്ഷമിച്ചുവെന്നാണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം. അപ്പം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് തോന്നുന്നു. അത് സ്തോത്രം, സ്ത്രീകളുടെ ഋതുകാലത്തിൽ അവർക്ക് വിശുദ്ധീകരണം വരുമ്പോഴും കുഷ്ഠരോഗികൾ പാളയത്തിൽ നിന്ന് പുറത്ത് നിന്ന് അകത്തു വരുമ്പോഴും ഇത് തളിച്ചിട്ടാണ് അവരെ അകത്ത് കയറ്റിയിരുന്നത്. അടുത്ത് നമ്മൾക്ക് ചിന്തിക്കുന്നത് അറ്റോൺമെന്റ് അഥവാ വാക്കർത്ഥം. ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? അറ്റോൺമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അക്ഷരിക അർത്ഥം വില്യം ടിൻഡെയിൽ എന്ന ദൈവദാസൻ കിപി 16-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് മുന്നേ AD 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധീകരിക്കുന്നത് അറ്റ് വൺ മെന്റ് എന്നാകുന്നു. AT ഒരു ഹൈഫൻ ഇട്ടിട്ട് ONEMENT. ഇതാകുന്നു പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഒരിക്കലായി, അർത്ഥാൽ എന്നേക്കുമുള്ളത്, അർത്ഥാൽ നിരന്തരമായത് എന്ന് വെച്ചാൽ അല്പാൽപവും ആവർത്തിച്ചാവർത്തിച്ച് ഓരോ വർഷവും അപ്പോഴപ്പോൾ ചെയ്തു വരിക എന്നുള്ളതല്ല, പിന്നെയോ എന്നേക്കുമായി, ഒരിക്കലായി, അറ്റ് വൺ മെന്റ് എന്ന് സാരം. ഇതത്രേ ആദാം മുതൽ ക്രിസ്തുവേശു വരെ ലേവ്യ പുരോഹിതന്മാർ എണ്ണമില്ലാത്ത സംഖ്യയിൽ അർപ്പിച്ചു കൊണ്ടുവന്ന യാഗങ്ങളും പുതിയ നിയമ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ച യാഗവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിലെ യാഗാർപ്പകന്മാർ ഒരു കുട്ടയിൽ മാവോ ഒരു കൂട്ടിൽ പക്ഷികളെയോ ഒരു കയറിൻ്റെ അറ്റത്ത് മൃഗങ്ങളെയോ കെട്ടിക്കൊണ്ട് ആലയത്തിൽ കൂടെ വരുന്നു. പ്രതിശാന്തി നടത്തുവാനുള്ള വ്യക്തികൾ വരിവരിയായി നിൽക്കുന്നു. പുരോഹിതന്മാർ അവയുടെ കുറ്റം നോക്കുന്നു. കുറവില്ലാതെ ഊനമില്ലാത്തതായി കണ്ടാൽ അതിനെ കൊണ്ടുവന്ന് ക്രമേണ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ കെട്ടുന്നു. അങ്ങനെ ആവർത്തിക്കുകയാണ് ദിനരാത്രങ്ങൾ. ഒരു ടീം വരുന്നു, അടുത്ത ടീം പോകുന്നു. ഇങ്ങനെ 24 മണിക്കൂറും ആവർത്തിച്ചു. അങ്ങനെ ഒരു പ്രവൃത്തിയായിരുന്നു പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും അർപ്പിക്കേണ്ടി വന്നിരുന്നതെങ്കിൽ ഇതെവിടെ പോയി നിൽക്കും? അതുകൊണ്ട് ദൈവം തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ ജ്ഞാനത്തിൽ വേർതിരിച്ച മർമ്മമാകുന്നു യേശുക്രിസ്തുവിൻ്റെ പരമയാഗം. നാം എന്ത് ചെയ്യണം? മൃഗങ്ങളെ കൊണ്ടുവരുന്നവൻ മൃഗത്തെ യാഗം കഴിപ്പിച്ചാൽ തൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ച ശേഷം തിരിച്ചു പോകുന്നത് പോലെ ഇന്നേക്ക് 2000 സംവത്സരങ്ങൾ ക്രൂശിൽ പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ വിശ്വാസത്താൽ ആ പാപക്ഷമയും പ്രായശ്ചിത്തവും സ്വന്തമാക്കി കഴിയുന്നതോടുകൂടെ എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് നടത്തി ഇനിയും യാഗമൃഗങ്ങളെ കൊണ്ടൊന്ന് യാഗം നടത്തേണ്ട കാര്യം ഇല്ല. പുതിയ നിയമ യാഗങ്ങളും ക്രിസ്തുയേശു നിർവഹിച്ച പരമയാഗവും, ഒരിക്കൽ കൂടെ പറയാം, പഴയ നിയമ യാഗങ്ങളും ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ. പഴയ നിയമയാഗങ്ങൾ 37-ാമത്തെ വാക്യത്തിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കണ്ടല്ലോ 9-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എന്നേക്കുമുള്ള ഒരു യാഗം. പഴയ നിയമയാഗങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 7-ാമത്തെ അധ്യായം 38 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമയാഗങ്ങൾ എല്ലാം തന്നെ യാഗാർപ്പകന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു നടത്തപ്പെട്ടു വന്നിരുന്നത്. വായിച്ചു നോക്കുക. ലേവ്യ പുസ്തകം 1-3, 10, 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, 13-ാം അധ്യായം 28, 22, 32, 12-6. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഒത്തുവാക്യങ്ങളെ മുഴുവൻ നിരത്തിക്കൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ ഈ വാക്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്നാൽ കാള, പശു, കോലാട്, കുഞ്ഞാട്, ചെമ്മരിയാട് ആദിയായവയ്ക്ക് യാഗാർപ്പകൻ പ്രായശ്ചിത്തം നടത്തി വീണ്ടെടുപ്പ് നടത്തുവാൻ വകയില്ലാത്തവൻ ആകുന്നു എങ്കിൽ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ യാഗമർപ്പിച്ച് ദൈവമായി നിരപ്പ് പ്രാപിക്കുവാനും നിയമവ്യവസ്ഥയുണ്ടായിരുന്നുവല്ലോ. ലേവ്യ പുസ്തകം 5-7, 11, 12-8, 14-ാം അധ്യായം 21, 32 എന്നീ വാക്യങ്ങൾ. അപ്പോൾ നിർഗതിയില്ലാത്തവൻ
പരഗതിയില്ലാത്തവൻ, ഏഴയായൊരുവൻ അബദ്ധവശാൽ ഒരു പാപം ചെയ്താൽ ആടിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ കാളയെയും പശുവിനെയും കൊണ്ടുവരണം എന്നുള്ള കർക്കശമായ നിയമം അവിടെ ഇല്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഗ്രഹിക്കണം, അവയെ അർപ്പിപ്പാൻ തനിക്ക് കഴിവുണ്ടായിട്ടും അവയെ അർപ്പിക്കാതെ പ്രാവിൻ കുഞ്ഞിനെയോ നേരിയ മാവോ അർപ്പിച്ച് യാഗം കഴിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം എന്ന് ചിന്തിച്ചു വരരുത്. കാരണം അവൻ്റെ ആസ്തി ഐശ്വര്യങ്ങളുടെ ആകത്തുകയും എണ്ണവും അറിയാവുന്ന ഒരു ദൈവമാണ് അവരുടെ നടുവിൽ വസിച്ചിരുന്നതെന്ന് മനസ്സിലാക്കണം. ഓരോരുത്തൻ താൻ്റെ പ്രാപ്തിക്കനുസരിച്ച്, പുതിയ നിയമത്തിലും പൗലോസ് എഴുതി, യാഗവസ്തുക്കളെ അറുത്ത് അവയുടെ രക്തം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ പുരട്ടിയതിൻ്റെ ശേഷം വരുന്ന രക്തം യാഗപീഠത്തിൻ്റെ 4 പാർശ്വങ്ങളിലും പുരട്ടിയതിൻ്റെ ബാക്കി യാഗപീഠത്തിൻ്റെ അടിയിൽ ഒഴിച്ചു കളയണം. വിഷയം ഗ്രഹിക്കണം. ഒരു മൃഗത്തിൽ 4 ലിറ്റർ 5 ലിറ്റർ രക്തമുണ്ടെന്ന് വെക്കുക. കൊമ്പിൽ പുരട്ടി യാഗപീഠത്തിൻ്റെ പാർശ്വങ്ങളിൽ പുരട്ടിയ ശേഷം ബാക്കി വരുന്നത് അടുത്ത യാഗാർപ്പൻ കൊണ്ടുവരുന്ന മൃഗത്തെ മാറ്റി നിർത്തി അവന് വേണ്ടി നടത്താമെന്ന് ചിന്തിക്കരുത്. ഒരുവന്റെ യാഗവസ്തുവിനെ അറുത്തു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവരുന്ന മൃഗത്തിന്റെ രക്തം അവന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഈ സമൂഹ പാപക്ഷമയും സമൂഹ കുംഭസാര വിടുതലും സമൂഹമായി പ്ലാറ്റ്ഫോമിൽ കയറി നിങ്ങളുടെ എല്ലാവരുടെയും പാപം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന അന്ത്യകാല അഭിഷേകരഹിത കള്ളപ്രവാചകന്മാരുടെയും കള്ള ശുശ്രൂഷകന്മാരുടെയും ശുശ്രൂഷകൾ പോഷ്ക് നിറഞ്ഞതാണെന്ന് കേൾവിക്കാർ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം ഒരു മൃഗം പൂർണ്ണമായി സർവ്വലോകത്തിലും വസിക്കുന്ന സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായി ഏകയാഗമൃഗമായി ക്രിസ്തുയേശു തന്നെ അർപ്പിച്ചു. തന്നെയുമല്ല, യാഗവസ്തുക്കളിൽ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കപ്പെട്ടതിന്റെ ശേഷിപ്പ് പുരോഹിതനും പുത്രന്മാർക്കും അവകാശപ്പെട്ടതാകുന്നു. ലേവ്യ പുസ്തകം 2-3, 10, 7-8, 32, 6-16 എന്നീ വാക്യങ്ങൾ ആധാരവാക്യങ്ങളാണ്. അതോട് ചേർന്ന് ഓരോ യാഗാർപ്പകനും യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗത്തോടുകൂടെ ചേർന്ന് അതിൻ്റെ പാനീയ യാഗമായി 1 നാഴി വീഞ്ഞും കൊണ്ടുവരേണം. ലേവ്യ പുസ്തകം 23-13. നിരന്തര യാഗത്തിന് പാനീയ യാഗമായി 1/4 ഹീൻ എന്ന് പറഞ്ഞാൽ 1/4 ഗ്യാലൻ 1.25 ലിറ്റർ ആണ്. ഒരു കുപ്പിക്കകത്ത് കൊള്ളുന്നത്രയും ശുദ്ധമായ വീഞ്ഞു കൊണ്ടുവരണം. ആ വീഞ്ഞിന് കൊടുത്തിരിക്കുന്ന പേര് ഗ്ലൂക്കോസ് എന്നാണ്. ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് പഴുത്തുപാകമായ മുന്തിരിപ്പഴം കൈകൊണ്ട് ഞെരടി അതിൻ്റെ നീര് ശുദ്ധമായി തെളിച്ചെടുത്ത് കുപ്പിക്കകത്തൊഴിച്ചു കൊണ്ടുവരിക. അതിനകത്ത് വേറെ മാലിന്യ വസ്തുക്കൾ ചേർത്ത് പുളിപ്പിച്ച് ഫെർമെന്റ് ചെയ്തുള്ള വിഷയമല്ല ഇത്. മുന്തിരിച്ചാർ, ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാനത്തെ രാത്രിയിൽ തിരുമേശയിൽ ഉപയോഗിച്ചു. മുന്തിരിച്ചാർ, അതും പുരോഹിതന്റെ ഓഹരി അത്രേ. ലേവ്യ പുസ്തകം 23-18, 37-18. ചുരുക്കത്തിൽ അതാ സന്ദർഭങ്ങളിൽ ആലയത്തിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതന്മാരും അവരുടെ കുടുംബവും ദേവാലയം കൊണ്ട് യാഗപീഠത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ഉപജീവനം ചെയ്യുന്നുവെന്ന് വിശുദ്ധ പൗലോസും തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരി കൊണ്ട് ഉപജീവനം നടത്തുന്നു. ലേവ്യ പുസ്തകം 6-16, 10-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും 18-ാം അധ്യായം 1-ാമത്തെ വാക്യവും. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അവിടെ കൊണ്ടുവരുന്ന സകല വീഞ്ഞും കൂടെ കുടിച്ച് മത്തരാകരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബിവറേജിലും മറ്റും കയറി അടിച്ച് വഴി വീതി അളക്കുന്ന പരിപാടിയല്ല. അയ്യോ എനിക്കിനി വയ്യായെ എന്ന് പറഞ്ഞ് ക്ഷീണിതരാകുന്ന കൂട്ടത്തിൽ ചൊരുക്ക് പിടിക്കരുതെന്നർത്ഥം. ചിലർക്ക് ചായ കുടിച്ച് ചൊരുക്ക് പിടിക്കാറുണ്ട്, ഭക്ഷണം കഴിച്ച് ചൊരുക്ക് പിടിക്കാറുണ്ട്. അവർ പിന്നെ ഒന്നും കൊള്ളരുത്, അങ്ങ് ഇരിക്കും. അങ്ങനെ യാഗപീഠത്തിൽ ഇരിപ്പിടം ഇല്ല, യാഗപീഠത്തിൽ കട്ടിലില്ല, യാഗപീഠത്തിൽ
സമാഗമന കൂടാരത്തിൽ സോഫാ സിസ്റ്റവും ഒന്നുമില്ല. നിൽക്കുക മാത്രം. നിൽക്കുന്നതിന് തടസ്സമായി ബോധരഹിതം വരുന്ന തീരത്തിൽ ഒരു പാനീയവും ഭക്ഷണവും പുരോഹിതന്മാർ ആലയത്തിൽ കഴിക്കരുത്, എങ്കിൽ വീഞ്ഞു കുടിച്ചു മത്തരാകരുത് എന്ന് തിരുവചനത്തിലെ സ്തുത്യർഹമായ ശുശ്രൂഷ മറന്നുപോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം തിരുവചനത്തിലെ ഉപദേശമാണ്. ഇത് മുഴുവൻ പഠിപ്പിക്കുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയാകുന്നുവെങ്കിൽ ഇത് പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരും മയക്കുമരുന്നുകൾക്കും മദ്യത്തിനും അടിമകൾ ആകരുത്. എന്തിനു വേണ്ടിയാണ് യാഗപീഠത്തിന്മേൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് യാഗാർപ്പകന്മാർ ഈ വീഞ്ഞ് കൊണ്ടുവരുന്നത് എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുള്ള ഉപദേശം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതും ചിന്തിക്കുന്നതും. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും, ഗ്ലൂക്കോസ് എന്നാണ് കേട്ടോ, മിഥൈൻ എന്നല്ല, ബിയറും ബ്രാൻഡിയും എന്നല്ല, റെഡ് വൈനും വൈറ്റ് വൈനും എന്നല്ല, വീഞ്ഞ്, മുന്തിരിച്ചാറും, അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും, മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. നിന്ന് ശുശ്രൂഷിക്കുകയല്ലേ 12-10 മണിക്കൂർ. ദാഹവും ക്ഷീണവും വിശപ്പും എല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ട് അവർക്ക് ദൈവം വീഞ്ഞും അവിടെ തന്നെ കൊടുത്തു. വീഞ്ഞു കുടിച്ചു മത്തരാകുന്ന പരിപാടി അല്ല. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാർ, ദൈവവചനം ആരാഞ്ഞ് പരിശോധിക്കുക. ദൈവത്തിന്റെ വചനത്താൽ സ്വതന്ത്രരാകുക. പുതിയ നിയമ ശുശ്രൂഷകന്മാർ മദ്യപാനികളാകരുത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. കെട്ടിടം കാലി കിടന്നാലും ബിയർ ബ്രാൻഡി പാർലറുകൾക്ക് ആ കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് പണം വാങ്ങരുത്. എത്ര വർഷമായിട്ടും ആരോഗ്യത്തോടുകൂടെ വളരുന്ന തെങ്ങാണ്, ഇതുവരെ ഫലമുണ്ടായില്ല. ആരോ വന്നു പറഞ്ഞു, ഒന്ന് ചെത്താൻ കൊടുത്തു നോക്ക്, ചെത്തി കഴിയുമ്പോൾ കായുണ്ടാകും. വേണ്ട. കള്ള് കുടിക്കാത്ത നീ, കള്ള് ഷാപ്പ് ഉണ്ടാക്കാത്ത നീ, കള്ള് ഷാപ്പിന് ലേലം വിളിക്കരുതാത്ത നീ, തെങ്ങിൽ തേങ്ങ ഉണ്ടാകേണ്ടതിനു വേണ്ടി കള്ള് ചെത്തുന്നവർക്ക്, കള്ള് ഷാപ്പുകാർക്ക്, ചെത്തുതൊഴിലാളികൾക്ക് നിങ്ങളുടെ തെങ്ങ് ചെത്തുവാനും കൊടുക്കരുത്. പൂർവകാല ചരിത്രത്തിൽ പെന്തക്കോസ്തിൽ വെറ്റില നട്ടിട്ട് അതിൽ നിന്ന് ഉപജീവനം കഴിച്ചവർ സുവിശേഷ വേലക്കാരായപ്പോൾ വെറ്റില മുഴുവൻ പറിച്ചു കളഞ്ഞിട്ടാണ് കർത്തൃ ശുശ്രൂഷയ്ക്ക് വന്നത്. എന്തിന്? ഉണർവിന്റെ ആധിക്യം മുഖാന്തരം അടയ്ക്ക വെട്ടിക്കളഞ്ഞ ഭക്തന്മാരെ ചരിത്രത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ കായ്ക്കാത്ത തെങ്ങ് ചെത്താൻ കൊടുത്ത വേലക്കാരുമുണ്ട്. വിഷയം പുറത്തു വന്നപ്പോൾ അവർ ആ തെങ്ങ് തന്നെ വെട്ടിക്കളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഇത് തിരുവചന ഉപദേശമാണ്. നമുക്ക് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയിക്കപ്പെട്ട സുവിശേഷത്തിനും ഉപദേശത്തിനും അനുസരിച്ച് നിലനിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചന ശുശ്രൂഷയെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും കേൾക്കുവാനും ആദരിപ്പാനും ഞങ്ങളെ ബലപ്പെടുത്തണം. ഈ ദുഷ്ടതലമുറയിൽ കർത്താവിന് വേണ്ടി ഒരു തലമുറയെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ നടത്തും. എല്ലാ ബഹുമാനവും പുകഴ്ചയും പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ അനുഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.